നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വി.ഡി. സതീശൻ സർക്കാരിന്റെ ഇപ്പോഴത്തെ പ്രധാന പണി കഴിഞ്ഞ 10 വർഷക്കാലത്ത് പിണറായി കൂട്ടർ നടത്തിയ അഴിമതികളുടെ ഫയലുകൾ തപ്പിയെടുക്കുക എന്നതാണ്. വകുപ്പ് മന്ത്രിമാർക്കൊക്കെ പിടിപ്പത് പണിയാണ്. കാരണം ഓരോ ദിവസവും പൊങ്ങി വരുന്നത് ഓരോ ഫയലുകളാണ്. ഈ ഫയലുകൾ പഠിച്ച് അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് വകുപ്പ് മന്ത്രിമാരുടെ പ്രധാന ജോലി. തന്റെ മുന്നിലേക്കെത്തിയ ഒരു ഫയല് കണ്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് മന്ത്രി കെ മുരളീധരൻ. ഇവിടെയും കൈയിട്ട് വാരിയോ പിണറായി എന്നാണ് കെ മുരളീധരൻ പിറുപിറുക്കുന്നത്. ഞെട്ടിത്തെറിക്കുക മാത്രമല്ല, കലി പൂണ്ട് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഏതൊക്കെ കമ്മികളാണോ ആ കമ്മികളെയൊക്കെ തൂക്കിയെടുക്കണമെന്നാണ് മുരളീധരൻ ഉത്തരവിട്ടിരിക്കുന്നത്. 10 വർഷത്തെ പിണറായി ഭരണത്തിന് കീഴിൽ നടക്കാത്ത അഴിമതികൾ ഒന്നുമില്ല എന്നുള്ളത് വ്യക്തമാണ്. കേരളത്തെ വികസിപ്പിച്ച് നേതാക്കന്മാരുടെ ഒക്കെയും കീശകളും വല്ലാതങ്ങ് വികസിച്ചത് ഈ 10 വർഷക്കാലത്ത് നമ്മൾ കണ്ടതാണ്. ഞങ്ങളിവിടെ, അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ ശരവേഗത്തിൽ നടന്നത് എന്നൊക്കെ ഇവർ തള്ളിമറിക്കുന്നുണ്ടായിരുന്നല്ലോ. സത്യമാണ്, വാസ്തവമാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഒക്കെ മറവിൽ കോടികളുടെ അഴിമതികൾ ഇവിടെ നടന്നിട്ടുണ്ട്. ആ അഴിമതികളിലൊക്കെ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ഈ സർക്കാരിന് ആർജവമുണ്ടോ? അതാണ് കേരളത്തിന് അറിയേണ്ടത്. അതായത് അഴിമതികൾ നടന്നിട്ടുണ്ട്, അതിന്റെ ഫയലുകൾ മേശപ്പുറത്തെത്തി എന്ന് വകുപ്പ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നുണ്ട്. ഈ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ആർജവം ഉണ്ടാകുമോ? അതോ എന്തെങ്കിലും ഒരു ഡീലിന്റെ പുറത്ത് പിന്നീട് എപ്പോഴെങ്കിലും ഈ കേസുകൾ പൂഴ്ത്താനാണോ സാധ്യതയുള്ളത്? ജനം ഇത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ഖജനാവ് കട്ടുമുടിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകുക തന്നെ വേണം. അത് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. അതിന് വി.ഡി. സതീശൻ സർക്കാരിന് ആർജവമുണ്ടോ എന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ടത് ഈ സർക്കാരാണ്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ മരുന്ന് വാങ്ങൽ നേരത്തെ വിവാദത്തിലായതാണല്ലോ. അതായത് അതിന്റെ പിന്നിൽ നടന്ന അഴിമതിയുടെ വലിയ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ പിണറായി കാലത്ത് കോർപ്പറേഷൻ ബ്ലീച്ചിങ് പൗഡർ വാങ്ങിയതിലും അഴിമതി നടത്തി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബ്ലീച്ചിങ് പൗഡർ വാങ്ങിയതിൽ വരെ കോടികളുടെ അഴിമതി എന്നാണ് വ്യക്തമാകുന്നത്. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ 3 ഗോഡൌണുകളിൽ തീപിടുത്തത്തിനും അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥന്റെ മരണത്തിനും കാരണമായെന്ന് ആരോപിക്കുന്ന ബ്ലീച്ചിങ് പൗഡർ വിതരണം ചെയ്ത ഉത്തർപ്രദേശ് ആസ്ഥാനമായ ബാങ്കെ ബിഹാരി കെമിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് ചട്ടം മറികടന്ന് 7.32 കോടി രൂപയുടെ ഓർഡർ നൽകിയത്. മഴക്കാലത്തിന് മുൻപ് അടിയന്തരമായി ബ്ലീച്ചിങ് പൗഡർ സംഭരിക്കണം എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് മാർച്ച് 11 തുടങ്ങിയ ടെൻഡർ നടപടികൾ ഫലം വന്ന് 2 ദിവസത്തിന് ശേഷം മെയ് 6 പൂർത്തിയാക്കി വിവാദ കമ്പനിക്ക് ഓർഡർ നൽകുകയായിരുന്നു. കിലോയ്ക്ക് 46.96 രൂപ നിരക്കിൽ 15.59 ലക്ഷം കിലോ ബ്ലീച്ചിങ് പൗഡർ വിതരണത്തിനാണ് അനുമതി നൽകിയത്. 2023 കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ ഗോഡൌണുകളിൽ വൻതോതിൽ സംഭരിച്ച ബ്ലീച്ചിങ് പൗഡറിന് തീപിടിച്ചത്. 9.5 കോടി രൂപയുടെ നഷ്ടമൊന്നുണ്ടായി. തീയണയ്ക്കാനുള്ള ശ്രമത്തിൽ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥൻ മരിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 25 ലക്ഷം രൂപ നൽകിയതും KMSCL അക്കൗണ്ടിൽ നിന്നാണ്. ബ്ലീച്ചിങ് പൗഡറിന്റെ നിലവാരമില്ലായ്മയാണ് തീപിടുത്തത്തിന് കാരണം എന്ന ആരോപണങ്ങളെ തുടർന്ന് കമ്പനിക്ക് നൽകാനുള്ള 1.80 കോടി രൂപ തടഞ്ഞു വെച്ചിരുന്നുവെങ്കിലും ഇത് പിന്നീട് വിട്ടുകൊടുത്തിരുന്നു. ബ്ലീച്ചിങ് പൗഡർ നൽകാൻ മറ്റ് കമ്പനികൾ എത്താത്തതിനെ തുടർന്നാണ് ബാങ്കെ ബിഹാരിയെ തന്നെ വീണ്ടും ആശ്രയിക്കേണ്ടി വന്നത് എന്നാണ് KHSCL അധികൃതരുടെ വിശദീകരണം. ഇത്രയും അടിയന്തര സാഹചര്യമായിരുന്നിട്ടും മാർച്ച് 11 തുടങ്ങിയ നടപടി മെയ് 6 വരെ നീട്ടിയത് എന്തിന് എന്ന ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നു. ബോർഡ് യോഗം ചേർന്നിട്ടുണ്ടെങ്കിൽ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ എടുത്ത തീരുമാനത്തിന്റെ സാധുതയും ചോദ്യം ചെയ്യപ്പെടും. വിവാദമായ ബ്ലീച്ചിങ് പൗഡർ കരാറിൽ പുറത്തു വരുന്നത് വൻ അഴിമതിയുടെ വിവരങ്ങളാണ്. ടെൻഡർ ക്ഷണിച്ചപ്പോൾ കരാറിൽ പങ്കെടുക്കുന്ന കമ്പനികൾക്ക് വാർഷിക വിറ്റുവരവ് കഴിഞ്ഞ 3 വർഷമായി ശരാശരി 5 കോടി രൂപ വേണം എന്ന നിബന്ധനയുണ്ടായിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ 13,90,780 കിലോഗ്രാം ബ്ലീച്ചിങ് പൗഡർ വാങ്ങുന്നതിനാണ് ടെൻഡർ ക്ഷണിച്ചത്. എന്നാൽ 2026-27 വർഷത്തിൽ വാങ്ങേണ്ട അളവ് 15,59,382 കിലോഗ്രാമായി കുത്തനെ കൂട്ടുകയും തുക വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടും വിചിത്രം എന്ന് പറയട്ടെ, വാർഷിക വിറ്റുവരവ് പരിധി 5 കോടി രൂപയിൽ നിന്നും 2 കോടി രൂപയായി കുറച്ചു. കഴിഞ്ഞ 2 വർഷമായി യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ
KMSCL-ലേക്ക് ബ്ലീച്ചിംഗ് പൗഡർ വിതരണം ചെയ്തിരുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡിനെ ഒഴിവാക്കാനും കേവലം 3 കോടി രൂപ മാത്രം വാർഷിക വിറ്റുവരവുള്ള ബാങ്കെ ബിഹാരി കെമിക്കൽസ് എന്ന വിവാദ കമ്പനിക്ക് മാത്രം യോഗ്യത ഉറപ്പാക്കാനും കോർപ്പറേഷനിലെ ചില ഉദ്യോഗസ്ഥർ നടത്തിയ അട്ടിമറിയാണിത് എന്ന് സംശയിക്കപ്പെടുന്നു. 5 കോടി രൂപയുടെ പഴയ നിബന്ധന നിലനിർത്തിയിരുന്നെങ്കിൽ ഈ കമ്പനിക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ പോലും യോഗ്യത ഉണ്ടാകുമായിരുന്നില്ല. ഈ കമ്പനിക്ക് ശരാശരി വിറ്റുവരവ് 3 കോടിക്ക് മുകളിൽ മാത്രമാണ്, 5 കോടിയില്ല. 3 കോടി രൂപ വാർഷിക വിറ്റുവരവുള്ള കമ്പനിക്ക് എങ്ങനെയാണ് 7 കോടിയിലധികം രൂപയുടെ ഓർഡർ വിതരണം ചെയ്യാൻ കഴിയുക എന്നതാണ് പ്രസക്തമായ ചോദ്യം. 3 കോടി രൂപ മാത്രം വാർഷിക വിറ്റുവരവുള്ള ഒരു വിതരണക്കാരന് 7.32 കോടി രൂപയുടെ പർച്ചേസ് ഓർഡർ നൽകാനുള്ള തീരുമാനം അടിസ്ഥാന സാമ്പത്തിക യുക്തിക്കും റിസ്ക് മാനേജ്മെന്റ് തത്വങ്ങൾക്കും നിരക്കാത്തതാണ്. കൂടാതെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇത് വിതരണം ചെയ്യാനും അവരോട് നിർദ്ദേശിച്ചിരുന്നു. യോഗ്യതയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വൻകിട വിതരണക്കാരെയും മറികടന്ന് ആവശ്യത്തിന് മൂലധനമില്ലാത്ത ഒരു സ്വകാര്യ സ്ഥാപനത്തെ സഹായിക്കാനുള്ള വ്യക്തമായ ഉദ്ദേശമാണ് ഇതിലൂടെ നടന്നിരിക്കുന്നത് എന്ന വലിയ ആരോപണമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. സംസ്ഥാന സ്റ്റോർ പർച്ചേസ് വകുപ്പിന്റെ 28/10/2013 സർക്കുലർ പ്രകാരം ആദ്യം വിളിച്ച ടെൻഡറിൽ ഒരൊറ്റ കമ്പനി മാത്രം യോഗ്യത നേടുമ്പോൾ അത് സ്വീകരിക്കുന്നത് പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. അത്തരം സാഹചര്യങ്ങളിൽ കർശനമായും റീടെൻഡർ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ KMSCL ഫെബ്രുവരി 20 പ്രസിദ്ധീകരിച്ച ആദ്യ ടെൻഡറിൽ തന്നെ യാതൊരുവിധ മത്സരവുമില്ലാതെ ഈ ഒരു ഒറ്റ കമ്പനിയുടെ ഓഫർ സ്വീകരിച്ചു. 2025 മെയ് ജൂലൈ മാസങ്ങളിൽ ടെൻഡറുകൾ വിളിച്ചിരുന്നതിനാൽ ഇത് റീടെൻഡറായി കണക്കാക്കാം എന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം. എന്നാൽ 2025 വിളിച്ച ടെൻഡറുകൾ മുൻ സാമ്പത്തിക വർഷത്തേതായിരുന്നു. ബ്ലീച്ചിംഗ് പൗഡറിനായി 2026-27 വർഷത്തെ പുതിയ നിരക്ക് കരാറിനായി ഒരു ടെൻഡർ മാത്രമാണ് വിളിച്ചിട്ടുള്ളത് എന്നതിനാൽ കോർപ്പറേഷന്റെ വാദത്തിന് യാതൊരുവിധ നിയമപരമായ അടിത്തറയുമില്ല. ആദ്യ ടെൻഡറിലെ ഒരെണ്ണം മാത്രം അംഗീകരിച്ച ഉദ്യോഗസ്ഥനെതിരെയും അന്വേഷണം വേണം എന്നാണ് ഇപ്പോൾ ആവശ്യമുയരുന്നത്. മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇത് റീടെൻഡർ ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ഇവിടെ അത് ഉണ്ടായില്ല. റീടെൻഡർ ചെയ്യാതെ ആദ്യ ടെൻഡറിലെ സിംഗിൾ ബിഡർക്ക് തന്നെ ഓർഡർ നൽകി. ഇത് കേരള സ്റ്റോർ പർച്ചേസ് മാനുവലിന്റെ ഗുരുതരമായ ലംഘനമാണ്. ഗവൺമെന്റ് അംഗീകാരമില്ലാതെ ആദ്യ ടെൻഡറിൽ സിംഗിൾ ബിഡ് എങ്ങനെ സ്വീകരിക്കാൻ കഴിയുമെന്ന ചോദ്യത്തിനും ഉത്തരമില്ല. 2023 തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിലെ വെയർ ഹൗസുകളിൽ വൻതോതിൽ സംഭരിച്ചിരുന്ന ബ്ലീച്ചിംഗ് പൗഡറിന് തീപിടിക്കുകയും വലിയ നഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു. തീ അണയ്ക്കുന്നതിനിടയിൽ രഞ്ജിത്ത് എന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് ജീവൻ നഷ്ടപ്പെട്ടത്. ഇതേ ബാങ്കെ ബിഹാരി കമ്പനിയായിരുന്നു അന്ന് സാധനം വിതരണം ചെയ്തവരിൽ ഒരാൾ. ഈ ദുരന്തത്തെ തുടർന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ കേരള പൊതുമേഖലാ സ്ഥാപനമായ KSDP-യിൽ നിന്ന് കർശനമായ ഗുണനിലവാര മാനദണ്ഡങ്ങളോടെയായിരുന്നു ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയിരുന്നത്. പൊതുമേഖലാ സ്ഥാപനം വിതരണം ചെയ്ത ആ കാലയളവിൽ യാതൊരുവിധ തീപിടുത്തങ്ങളും ഉണ്ടായിട്ടില്ല. മുൻപ് കോർപ്പറേഷൻ തടഞ്ഞു വെച്ചിരുന്ന 1.80 കോടി രൂപയുടെ പേയ്മെന്റ് ഈ കമ്പനിക്ക് റിലീസ് ചെയ്തുകൊണ്ട് ഇതേ കമ്പനിക്ക് വീണ്ടും ചുവപ്പ് പരവതാനി വിരിച്ചതിന് പിന്നിൽ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട് എന്നും അഴിമതി നടന്നിട്ടുണ്ട് എന്നുമാണ് വാദമുയരുന്നത്. ഫെബ്രുവരിയിൽ ആരംഭിച്ച ടെൻഡർ നടപടികൾ അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകുകയും പുതിയ ഭരണഘടനാപരമായ മാറ്റങ്ങൾക്കും ഗവൺമെന്റ് രൂപീകരണത്തിനും തൊട്ടു പിന്നാലെ മെയ് 6 വർക്ക് ഓർഡർ ധൃതി പിടിച്ച് നൽകുകയും ചെയ്തു. കാലവർഷ അടിയന്തരാവസ്ഥ എന്ന വ്യാജേന റീടെൻഡറിംഗിനായി ലഭ്യമായിരുന്ന 3 മാസത്തെ സമയം ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം പാഴാക്കി കളഞ്ഞു. പൂർണ്ണമായും തെളിയിക്കപ്പെട്ട അഴിമതിയുടെയും സുരക്ഷാ വീഴ്ചയുടെയും പശ്ചാത്തലത്തിൽ ബാങ്കെ ബിഹാരി കെമിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡിന് നൽകിയ 7.32 കോടി രൂപയുടെ പർച്ചേസ് ഓർഡർ ഉടനടി മരവിപ്പിക്കാൻ ഉത്തരവിടണമെന്ന ആവശ്യം ഉയർന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യ ടെൻഡറിൽ ഈ കമ്പനിയുടെ സിംഗിൾ ബിഡ് എങ്ങനെ സ്വീകരിക്കുകയും പർച്ചേസ് ഓർഡർ നൽകുകയും ചെയ്തു എന്നതാണ് പ്രധാന ചോദ്യം. കമ്പനിക്ക് വേണ്ട യോഗ്യതയായ ശരാശരി വാർഷിക വിറ്റുവരവ് 5 നിന്നും 2 കോടിയായി കുറച്ചതിലൂടെ ഈ കമ്പനിക്ക് പ്രവേശിക്കാനുള്ള അവസരമാണ് ഒരുക്കി കൊടുത്തത്. 2 കോടി വിറ്റുവരവുള്ള ഒരു കമ്പനി എങ്ങനെയാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ 7 കോടിയിലധികം രൂപയുടെ ഓർഡർ കൈകാര്യം ചെയ്യുക എന്നത് ഒരു യഥാർത്ഥ ചോദ്യമാണ്. അവർ ആ കമ്പനിയുടെ പ്ലാന്റ് വിലയിരുത്തിയിട്ടുണ്ടോ? 7 കോടിയുടെ ബ്ലീച്ചിംഗ് പൗഡർ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി അവർക്കുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഒരുപാടാണ്. ഇതിൽ ശക്തമായ അന്വേഷണവുമായി മുൻപോട്ട് പോകുകയാണ്. ഇതിന് പിന്നിൽ അഴിമതിയുടെ കൃത്യമായ എലമെന്റ്സ് ഉണ്ട് എന്ന് തന്നെയാണ് വാദം ഉയർന്നത്. അങ്ങനെയെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഉടൻ തന്നെ കുടുങ്ങും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കെ മുരളീധരനാണ് ഉത്തരവിട്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ
ഒരു വിട്ടുവീഴ്ചയ്ക്കും മുരളീധരൻ തയ്യാറാകുകയുമില്ല, ഒരു ഡീലിംഗ്സിനും വഴങ്ങുകയുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.